ഇന്നിപ്പോൾ മൊത്തത്തിലൊരു സന്തോഷമായിട്ടുള്ളൊരു ദിവസമാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും ഉണ്ട്. നമുക്ക് പാലക്കാട് ജില്ലയിൽ, കേരളത്തിൽ അങ്ങനെ വലുതായിട്ടല്ല, പാലക്കാട് ജില്ലയിൽ നമ്മൾ ബെസ്റ്റ് ടൊയോട്ട സർവീസ് സെൻറ്റർ എന്നുള്ളൊരു അവാർഡ് നമുക്ക് മീനാക്ഷി ടൊയോട്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറമെ, കേരളത്തിൽ പുറമെ ടൊയോട്ടയുടെ ജെന്യൂൻ പാർട്സ് കൊടുക്കുന്ന സ്ഥാപനമാണ് മീനാക്ഷി ടൊയോട്ട. അവരുടെ ഒരു അവാർഡ് നമുക്ക് ഇന്ന് കിട്ടുകയാണ്, ബെസ്റ്റ് ടൊയോട്ട സർവീസ് സെൻറ്റർ എന്ന് പറഞ്ഞിട്ട്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ കോളിസും അത് മെയിനായിട്ട് നമ്മൾ ടൊയോട്ടയാണല്ലോ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്നോവ ആണെങ്കിലും കോളിസ് ആണെന്നുണ്ടെങ്കിലും ബാക്കി ഏത് വണ്ടിയാണെന്നുണ്ടെങ്കിലും. അത് മാത്രമല്ല നമ്മൾ മാക്സിമം അതിന് ജെന്യൂൻ പാർട്സ് ഇട്ടിട്ടാണ് നമ്മൾ അതിന് സർവീസ് ചെയ്യാൻ നോക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ആ സർവീസ് നമ്മൾ പാർട്സ് അത്രയും നമ്മൾ ആ മീനാക്ഷി ടൊയോട്ട എന്ന് പറഞ്ഞാൽ അവരുടെ ബ്രാഞ്ചായിട്ട് നാസാണ് പ്രവർത്തിക്കുന്നത്. നാസിലാണ് ഈ പാലക്കാട്ടിൽ മെയിനായിട്ട് ടൊയോട്ടയുടെ പാർട്സ് നമുക്ക് ഇപ്പോൾ സപ്ലൈ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ടൊയോട്ടയുടെ വണ്ടി പുറത്ത് ചെയ്യാൻ സാധ്യത കുറവും, അതുപോലെ ഞാൻ പഠിച്ചതും ടൂള് തൊട്ടതും എല്ലാം ടൊയോട്ടയിലാണ് എൻ്റെ ഈ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതന്നെ. പഠിച്ചിറങ്ങിയതും എൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതന്നെ ടൊയോട്ടയിലാണ്. അപ്പോൾ പുറമേ ഞാൻ വർക്ക്ഷോപ്പ് ഇട്ടപ്പോഴും എനിക്ക് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടായ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജെന്യൂൻ പാർട്സ് കിട്ടുക എന്നുള്ളതാണ്. ആ ജെന്യൂൻ പാർട്സ് കിട്ടിയാൽ മാത്രമേ നമുക്ക് ആ വണ്ടിക്ക് ഒരു പെർഫെക്റ്റ്ലി ഒരു സർവീസ് കൊടുക്കാൻ പറ്റുള്ളൂ. അതുമാത്രമല്ല നമ്മൾ ആ പണി ചെയ്ത അതിൻ്റെ വൃത്തി കാണിക്കണമെന്നുണ്ടെങ്കിൽ ആ ജെന്യൂൻ പാർട്സ് തന്നെ അവിടെ കിടക്കണം. ചില സാധനങ്ങളൊക്കെ നമ്മൾ അതർ മേക്ക് ഇടുന്നുണ്ട്, അതൊന്നും കുഴപ്പമില്ല, അതൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ്. പ്രൈസ് റേഞ്ചിൽ നല്ല വ്യത്യാസമുണ്ട്. പക്ഷേ അതിട്ടാൽ നമുക്ക് ആ ഒരു ടൊയോട്ടയുടെ പെർഫെക്ഷൻ കിട്ടും താനും. പക്ഷേ ടൊയോട്ടയുടെ സാധനം ഇടണം അവിടുത്തെ, അത് തന്നെ ഇടണം. ഓയിൽ സീലുകൾ, അതുപോലെ തന്നെ ബെയറിങ്ങൾ, അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളുണ്ട്, അതൊക്കെ നമുക്ക് ഒറിജിനൽ തന്നെ ഇടണം. അപ്പോൾ ഇങ്ങനെ ഒരു മീനാക്ഷി ടൊയോട്ട, അതുപോലെ തന്നെ നാസ് നമ്മളെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നത് മാത്രമല്ല, അങ്ങനെ ഒരു സ്ഥാപനം വന്നത് കൊണ്ടാണ് നമുക്ക് ശരിക്കും എൻ്റെ സ്ഥാപനത്തിന്, ഓട്ടോ ട്രസ്റ്റ് എന്ന് പറയുന്ന സ്ഥാപനത്തിന് ഇത്രയും നമുക്ക് ഒരു ലെവലിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞത്. അതുമാത്രമല്ല എന്നെ തേടി പല ആൾക്കാരും പല സ്ഥലങ്ങളിൽ നിന്ന് വരുന്നുണ്ട്. അത് തന്നെ വലിയ സന്തോഷമാണ്. നിങ്ങളുടെ ഒരു വരവും നിങ്ങളുടെ ഒരു സഹകരണമാണ് ഈ ഒരു ചെറിയൊരു ട്രോഫി ആണെന്നുണ്ടെങ്കിൽ അത് ഞാൻ വലുതായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. എന്താ വെച്ചാൽ ഞാൻ ഇന്ന് വർക്ക്ഷോപ്പ് ഇട്ടിട്ട് ഈ ഓഗസ്റ്റ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം 6.5 വർഷമാണ്. ഈ 6.5 വർഷത്തിൻ്റെ ഉള്ളിലാണ് ഞാൻ ചെറിയൊരു ഷെഡ് ആദ്യം ഞാൻ പണിതത് വീട്ടിൻ്റെ മുറ്റത്തിട്ടിട്ടാണ്. എൻ്റെ സ്വന്തം വീട്ടിൻ്റെ മുറ്റത്തിട്ടിട്ട് ഞാൻ ജാക്കിയും വെച്ച് ഇന്നോവയുടെ ഗിയർ ബോക്സൊക്കെ നെഞ്ഞത്തൊക്കെ ഇറക്കിയിട്ടാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. അന്ന് എനിക്ക് ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് ആ തുടക്കം മുതൽ ഇപ്പോൾ എനിക്ക്, അന്ന് ഞാൻ മാത്രം ഒറ്റയ്ക്കാണ് തനിച്ച് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ അതിന് ശേഷം 2 പേരായി 4 പേരായി. ഇപ്പോൾ ദൈവാനുഗ്രഹം കൊണ്ട് നമുക്ക് 52 ലേബേഴ്സാണ് ഇപ്പോൾ എൻ്റെ കീഴിൽ ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് വലിയൊരു സന്തോഷമാണ്. ഈ ഒരു മുന്നേറ്റം കിട്ടിയതിലും അതുപോലെ നിങ്ങളുടെ സപ്പോർട്ട്, മെയിൻ മീഡിയ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഈ ഒരു ലെവലിലേക്ക് എനിക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞത്. ഇനിയിപ്പോൾ നമുക്ക് അവിടെ പോയി നോക്കിയാൽ അവിടുത്തെ പ്രോഗ്രാം എന്താണെന്നുള്ള അറിയുള്ളൂ. നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഫംഗ്ഷനിലൊക്കെ അറ്റൻഡ് ചെയ്യുന്നത്. അത് നിങ്ങളുടെ സഹായം കൊണ്ട് തന്നെയാണ് നമുക്ക് ഇങ്ങനെ ചെറുതായിട്ടാണെന്നുണ്ടെങ്കിലും എന്താണെന്നുണ്ടെങ്കിലും ഒരു ഫംഗ്ഷനിൽ ഒരു 10, 30, 40 പേരുണ്ടാവും. അവരുടെ ഇടയിൽ നമുക്ക് കയറി നിൽക്കാൻ പറ്റുന്ന ഒരു ഭാഗ്യം തന്നത് നിങ്ങൾ തന്നെയാണ്. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യമൊക്കെ നമ്മൾ മെയിനായിട്ട് ഇന്നോവ അതിലേക്കായിരുന്നു ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ നമ്മുടെ ഭാഗത്ത് വന്ന് നമ്മൾ കോളീസ് എടുത്ത് അത് പണിത് ഒന്ന് ലെവലാക്കി അതൊന്ന് നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഇട്ടപ്പോഴാണ് പിന്നെ കോളീസിൻ്റെ വർക്കുകൾ കയറി വരാൻ തുടങ്ങിയത്. അപ്പോൾ ഇന്നോവയുണ്ട്, കോളീസ് ഉണ്ട്. ഇപ്പോൾ ടൊയോട്ടയുടെ മെയിൻ വർക്ക് ഫുള്ളും എല്ലാ വണ്ടികളും നമുക്കിപ്പോൾ ഏകദേശം വണ്ടികൾ ടൊയോട്ടയുടെ മാത്രം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 10-70 വണ്ടി നമുക്ക് സർവീസിന് ഇപ്പോൾ ഓൾറെഡി നമ്മുടെ വർക്ക്ഷോപ്പിനകത്ത് തന്നെ ഇരിക്കുന്നുണ്ട്. 10-70 വണ്ടി മേജർ വർക്കിന്, സർവീസ് മാത്രമല്ല മേജർ വർക്കിന് ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഇരിക്കുന്നുണ്ട്. അതുമാത്രമല്ല നമ്മുടെ അടുത്ത് നിന്ന് ചെയ്തു പോയ ഓരോ ആൾക്കാരും ഒരു ചെറിയൊരു ഓയിൽ സർവീസിന് പോലും തിരുവനന്തപുരത്ത് നിന്നാണെന്നുണ്ടെങ്കിൽ നമ്മുടെ അടുത്തേക്ക് വന്നിട്ടാണ് ഇപ്പോൾ ഓയിൽ സർവീസ് ആണെന്നുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ട് പോകുന്നത്. എന്താ വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ക്വാളിറ്റി നമുക്ക് വരുത്താൻ പറ്റിയതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് നമുക്ക് നാസും മീനാക്ഷി ടൊയോട്ടയും ചേർന്നിട്ടുള്ള ആ ഒരു പാർട്സ് സപ്ലൈ ആണ് നമുക്ക് മെയിനായിട്ട് ഇതിൽ പറയാനുള്ളത്. അപ്പോൾ നമുക്ക് പുറമേ ആണെന്നുണ്ടെങ്കിൽ ഒരു ചില സ്ഥലങ്ങളിലൊന്നും ഇത് കിട്ടാത്തതും നമ്മളിപ്പോൾ നാസിലാണ് റെക്കമെൻഡ് ചെയ്യുന്നത്. അവർ പാർസൽ കൊറിയർ അയച്ചും കൊടുക്കുന്നുണ്ട്. അത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ കോൺടാക്ട് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ എവിടെയാണെന്നുണ്ടെങ്കിലും കൊറിയർ സർവീസ് ചെയ്തും കൊടുക്കുന്നുണ്ട് ടൊയോട്ടയുടെ. പിന്നെ ഈ കോളീസിൻ്റെ മെയിനായിട്ട് കിട്ടാനില്ലാത്ത പാർട്സ് അടക്കം നമുക്ക് നൗഫൽക്ക് നമുക്ക് അറേഞ്ച് ചെയ്ത് കഷ്ടപ്പെട്ടാണെന്നുണ്ടെങ്കിലും അറേഞ്ച് ചെയ്ത് തരുന്നുണ്ട്. ആ തരുന്നെന്നുള്ളൊരു വിശ്വാസം കൊണ്ട് തന്നെയാണ് നമുക്ക് ടൊയോട്ടയുടെ വണ്ടികൾ നമുക്ക് സർവീസിന് എടുക്കാനുള്ള ധൈര്യം കിട്ടുന്നത്. കമ്പനിയിൽ കിട്ടുന്ന എല്ലാ സാധനവും ഒരു സാധനം കിട്ടായില്ല
എല്ലാ സാധനവും നമുക്ക് പുറമെ കിട്ടുന്നുണ്ട്. അത് നമുക്ക് ഇവരുടെ സഹായത്തോടു കൂടിയാണ് നമുക്ക് കിട്ടുന്നത്. അത് കിട്ടുന്നെന്ന് പറഞ്ഞപ്പോൾ തന്നെ നമുക്ക് പക്കയായി. പിന്നെ ഞാൻ ആ ടൊയോട്ടയിലേക്ക് തന്നെ മെയിനായിട്ട് ഫോക്കസ് ചെയ്യാൻ തുടങ്ങി. ബാക്കിയുള്ള വർക്കുകൾ നമ്മൾ ചെയ്യുന്നുണ്ട്, എല്ലാ വർക്കും ചെയ്യുന്നുണ്ട്, പക്ഷേ മെയിനായിട്ട് ടൊയോട്ടയിലേക്ക് ഫോക്കസ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെയാണ് ഇപ്പോൾ നമുക്ക് ഇങ്ങനെയൊരു ചെറിയൊരു അംഗീകാരം നമുക്ക് കിട്ടിയത്. എന്തായാലും ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് അവിടെ പോയിട്ട് നോക്കാം. എന്താണെന്നൊന്നും അറിയില്ല, എങ്ങനെയാണെന്നുണ്ടെങ്കിലും. എനിക്കൊരു 2-3 മാസം കൊണ്ട് തന്നെ ഞാൻ ടൊയോട്ടോ എടുത്തതിൽ എനിക്ക് ഇതിന്റെ പാർട്സുകളെ കുറിച്ച് പെട്ടെന്ന് സ്റ്റഡി ചെയ്യാൻ പറ്റി. എന്താ അതിന്റെ ഒരു റീസൺ പറയുന്നത്, അതായത് ടൊയോട്ടോ സെഗ്മെന്റിൽ കുറെ കാലം അതേ തന്നെ ചെയ്തിട്ട് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാള് നമ്മളുടെ ഇത് പർച്ചേസ് കോയമ്പത്തൂർ മറ്റു ഭാഗത്ത് നിന്ന് ഡിപ്പെൻഡ് ചെയ്ത് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്ന ആള് നമ്മളുടെ ഫുൾ ടൈപ്പ് ആയിട്ട് ആ ഒരു ഫ്ലെഡ്ജിൽ നമ്മളോട് പർച്ചേസ് ചെയ്തുകൊണ്ട് ഞങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഞങ്ങൾക്ക് ആ ഫാസ്റ്റ് മൂവിങ് റണ്ണിങ് പാർട്സുകളൊക്കെ സ്റ്റോക്ക് ചെയ്ത് പെട്ടെന്ന് തന്നെ ആ പാർട്ട് നമ്പേഴ്സ് കാര്യം ഞങ്ങൾക്ക് അറിയാത്ത പാർട്ട് നമ്പേഴ്സ് കൂടെ ആള് ഞങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നത്. അതുപോലെ തന്നെ ഈ 15 മാസത്തിൽ നല്ലൊരു വോള്യൂം പർച്ചേസ് ചെയ്ത് അതിന്റെ പേയ്മെന്റ് കാര്യങ്ങളെല്ലാം 1, 2, 3 എന്നുള്ള ഒരു ലെവലിൽ പോകുന്ന ഒരാളാണ്. ഓട്ടോ ട്രസ്റ്റ് മിസ്റ്റർ ഫൈസൽ ഖാൻ അത്തിമണിയിലാണ്. ഇതാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയ ആ ഒരു മൊമെന്റം പ്ലാറ്റിനം റിവാർഡാണ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാലക്കാട് ജില്ലയിലെ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പാലക്കാട് ജില്ലയിലെ ബെസ്റ്റ് സർവീസ് സെന്റർ എന്നല്ല, പർച്ചേസിങ് അതുപോലെ തന്നെ സർവീസും അതും കൂടി ഇൻക്ലൂഡ് ആക്കിയിട്ടാണ് അവർ ഈ ഒരു റിവാർഡ് തന്നിരിക്കുന്നത്. സ്പെഷ്യലി താങ്ക്സ് പറയാനുള്ളത് നമുക്ക് നാസ് ഓട്ടോ സ്പെയർ പാർട്സ് ആണ്. അവിടെ നിന്നാണ് നമ്മൾ കംപ്ലീറ്റ് ഇതിന്റെ ഒറിജിനൽ ടൊയോട്ടയുടെ OE പാർട്സ് എടുക്കുന്നത്. ടൊയോട്ടയുടെ പാർട്സിൽ ഒരുപാട് പിള്ളത്തരങ്ങൾ നടക്കുന്നുണ്ട്. പുറമേ കാണുന്ന ഒരു പുറമേ ഉള്ള ബോക്സ് കണ്ട് നിങ്ങൾ വിശ്വസിക്കരുത്. അത് ഒരുപാട് കോപ്പിയുടെ പാർട്സുകൾ വരുന്നുണ്ട് ടൊയോട്ടയുടെ. അപ്പോൾ അത് മെയിനായിട്ട് ശ്രദ്ധിക്കണം. ഇപ്പോൾ ഇവിടെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ മീനാക്ഷി ടൊയോട്ടയിൽ നിന്ന് അവർ ഡയറക്റ്റ് പർച്ചേസ് ചെയ്തിട്ടാണ് അവർ സെയിൽ ചെയ്യുന്നത്. നമുക്ക് എല്ലാ പാർട്സും ടൊയോട്ടയുടെ ഏത് വേണമെന്നുണ്ടെങ്കിലും നമുക്കത് പക്കയായിട്ട് തരുന്നതാണ് അവർ. നമ്മൾ ഓർഡർ ചെയ്താൽ ഏകദേശം ഒരു 2 ദിവസം 3 ദിവസം 3 ദിവസത്തിനുള്ളിൽ നമുക്ക് ആ പാർട്സ് കറക്റ്റ് കിട്ടും. ചേസ് നമ്പർ മാത്രം കറക്റ്റ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്പെയർ പാർട്സ് നാസിൽ നിന്നാണ് നമുക്ക് വരുന്നത്.
നാസറുല്ല സ്പെയർ പാർട്സ് എന്ന് പറഞ്ഞാൽ പുറമേക്ക് അവർ കൊറിയറും ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് കറക്റ്റായിട്ടാണ് അവർ ചെയ്യുന്നത് തന്നെ. അതേപോലെ റേറ്റിൻ്റെ കാര്യമാണെന്നുണ്ടെങ്കിൽ പുറമേ ഒക്കെ ആണെന്നുണ്ടെങ്കിലും റേറ്റ് നേരത്തെ ഞാൻ മേടിച്ചുകൊണ്ടിരുന്നത് ടൊയോട്ടയുടെ ഒറിജിനൽ പാർട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ MRP-നും കൂടുതൽ റേറ്റ്, MRP കട്ട് ചെയ്തിട്ട് അതിന് കൂടുതൽ റേറ്റ് ആയിട്ടാണ് നമ്മൾ മേടിച്ചത്. പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് MRP, അതും ഒറിജിനൽ ടൊയോട്ടയുടെ പാർട്സ് ആയിരിക്കും. നിങ്ങൾക്ക് വിശ്വസിച്ച് മേടിക്കാം. പലവരും പല രീതിയിലും കള്ളത്തരങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ അതിലൊന്നും പെടാതിരിക്കുക. നിങ്ങൾ എന്ത് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ നാസിലെ നമ്പർ ഞാൻ കൊടുക്കാം സ്പെയർ പാർട്സ് കടയിൽ, അവിടെ കോൺടാക്ട് ചെയ്താൽ ഡയറക്റ്റ് നിങ്ങൾക്ക് കൊറിയറും ചെയ്തു തരുന്നതാണ്. എന്തായാലും സ്പെഷ്യലി താങ്ക്സ് നാസ് ഓട്ടോ സ്പെയർ പാർട്സ്, അവരാണ് നമ്മളെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. അത് മീനാക്ഷി ടൊയോട്ട എന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിൽ ടൊയോട്ടയുടെ പാർട്സ് സപ്ലൈ ചെയ്യുന്ന അവർ മാത്രമാണ്. അവരും കൂടി തന്നൊരു മൊമെൻ്റാണ്. എന്തായാലും നിങ്ങളുടെ ഒരു സഹകരണം കൊണ്ട് മാത്രമാണ് ഈ ഒരു നമുക്ക് മെഡൽ കിട്ടിയത് തന്നെ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രത്തോളം നമുക്ക് ടൊയോട്ടയുടെ വണ്ടികളുണ്ട്. നമുക്ക് ടൊയോട്ടയുടെ പാർട്സ്, ഒറിജിനൽ പാർട്സ് ഇട്ട് കൊടുക്കുന്നത് കൊണ്ടാണ് ആ ഒരു പെർഫെക്ഷനും അതിൻ്റെ ഒരു ക്വാളിറ്റിയും നമുക്ക് അതിനകത്ത് വരുത്താനും പറ്റിയത്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ ഇനി ഇതുപോലെയുള്ള സപ്പോർട്ടുകൾ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്, നിങ്ങൾ തരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാ രീതിയിലും എല്ലാവർക്കും സ്പെഷ്യലി താങ്ക്സ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ.